ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർത്ത് മൊഡ്യൂളാണ്. ഫോർത്ത് മൊഡ്യൂള് ഇറ്റ്സ് മെയിൻലി ഡീൽസ് വിത്ത് ദി GPS സർവേ. അപ്പോൾ GPS സർവേയിൽ നമ്മൾ പഠിക്കുന്നത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് GPS സർവേ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണ്, സർവേൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫോർത്ത് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ അതിൽ സ്റ്റാറ്റിക് GPS സർവേ, റാപ്പിഡ് സ്റ്റാറ്റിക് GPS സർവേ ആൻഡ് കൈനമാറ്റിക് മെത്തേഡ്സ് ഓഫ് GPS സർവേയിങ്. ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാറ്റിക് GPS സർവേയിങ് എന്താണെന്ന് നോക്കാം. അപ്പോൾ സ്റ്റാറ്റിക് GPS സർവേയിങ് ഈസ് എ റിലേറ്റീവ് പൊസിഷനിങ് ടെക്നിക് that depends on the carrier phase measurements. It employs two or more stationary receivers simultaneously tracking the same satellite. One receiver, the base receiver, is set up over a point with a precisely known coordinate such as a survey monument, sometimes referred to as known point. The other receiver, the remote receiver, is set up over a point whose coordinates are sought, sometimes referred to as unknown point. അപ്പോൾ സ്റ്റാറ്റിക് GPS സർവേ എന്ന് പറഞ്ഞാൽ അതൊരു റിലേറ്റീവ് പൊസിഷനിങ് ടെക്നിക്കാണ്. റിലേറ്റീവ് പൊസിഷനിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് റെസ്പെക്റ്റ് ടു ഒരു നോൺ പോയിൻ്റ് നമ്മൾ അൺനോൺ പോയിൻറ്റ്സിൻ്റെ പൊസിഷൻസ് കണ്ടുപിടിക്കാം. നമ്മളെല്ലാ സർവേയും ചെയ്യുന്നത് ഒരു റിലേറ്റീവ് പൊസിഷനിങ് ആണ്. എല്ലാ സർവേയിലും നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പൊസിഷനിങ് ആണ്. ഒരു നോൺ പോയിൻ്റ്, ഒരു നോൺ കോർഡിനേറ്റ് അല്ലെങ്കിൽ ഒരു റെഫറൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ബാക്കിയുള്ള അൺനോൺ പോയിൻറ്റ്സിൻ്റെ പൊസിഷൻസ് കണ്ടെത്തുക. അതാണ് റിലേറ്റീവ് പൊസിഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ GPS സർവേയിലെല്ലാം ഏത് ടൈപ്പ് GPS സർവേ ആണെങ്കിലും അതിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള റിസീവേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് റിസീവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ് റിസീവറാണ്. ബേസ് റിസീവർ എന്ന് പറഞ്ഞാൽ ദാറ്റ് റിസീവർ വിച്ച് ഈസ് പ്ലേസ്ഡ് ഓൺ ദി നോൺ കോർഡിനേറ്റ്. നമുക്കറിയുന്ന ഒരു നോൺ പോയിൻറ്റിൽ, നോൺ കോർഡിനേറ്റ്സ് ഉള്ള പോയിൻറ്റിൽ വെക്കുന്ന റിസീവറിന് പറയുന്ന പേരാണെന്ത്? ഇറ്റ് ഈസ് കോൾഡ് ബേസ് റിസീവർ. ഇനി സെക്കൻഡ് റിസീവർ ഉണ്ട്, അതിന് പറയുന്ന പേരാണ് റോവർ അല്ലെങ്കിൽ റിമോട്ട് റിസീവർ എന്ന് പറയും. അപ്പോൾ റിമോട്ട് റിസീവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദാറ്റ് വി ആർ പ്ലേസിങ് ദ റിസീവർ ഓൺ ദി അൺനോൺ പോയിൻറ്റ് ഹൂസ് കോർഡിനേറ്റ്സ് ആർ സോട്ട്. നമ്മൾ ഏത് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണോ കണ്ടുപിടിക്കേണ്ടത് അവിടെ വെക്കുന്ന റിസീവറാണെന്ത്? റിമോട്ട് റിസീവർ എന്ന് പറയുന്നത്. ഇനി ദ ബേസ് റിസീവർ ക്യാൻ സപ്പോർട്ട് എനി നമ്പർ ഓഫ് റിമോട്ട് റിസീവേഴ്സ് as long as a minimum of 4 common satellite is visible at both the base and remote sites. അപ്പോൾ ബേസ് റിസീവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ സപ്പോർട്ട് എനി നമ്പർ ഓഫ് റിമോട്ട് റിസീവേഴ്സ്. എത്ര റിമോട്ട് റിസീവേഴ്സിനെയും എന്ത് ചെയ്യാൻ പറ്റും? സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ഈ ബേസ് റിസീവറും റിമോട്ട് റിസീവറും കോമൺ ആയിട്ട് മിനിമം ഒരു 4 സാറ്റലൈറ്റെങ്കിലും കോമൺ ആയിട്ട് വിസിബിൾ ആയിരിക്കണം. അപ്പോൾ 4 സാറ്റലൈറ്റ് എന്നുള്ള കോമൺ സിഗ്നൽസ് ഈ ബേസ് റിസീവറിനും അതുപോലെ തന്നെ റിമോട്ട് റിസീവറിനും കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബേസ് റിസീവറിന് എനി നമ്പർ ഓഫ് റിമോട്ട് റിസീവേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ പ്രിൻസിപ്പിൾ ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ കളക്ടിങ് സൈമൾട്ടേനിയസ് മെഷർമെൻറ്റ്സ് അറ്റ് ബോത്ത് ദ ബേസ് ആൻഡ് റിമോട്ട് റിസീവേഴ്സ് ഫോർ എ സർട്ടൻ പീരിയഡ് ഓഫ് ടൈം വിച്ച് ആഫ്റ്റർ പ്രോസസ്സിംഗ് ഈൽഡ് ദ കോർഡിനേറ്റ് ഓഫ് ദി അൺനോൺ പോയിൻറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസ് റിസീവറിലും അതുപോലെ തന്നെ റിമോട്ട് റിസീവറിലും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഫോർ എ സർട്ടൻ പീരിയഡ് ഓഫ് ടൈം. എന്നിട്ട് അതെന്ത് ചെയ്യും? നമ്മൾ ഈ ഡാറ്റ എല്ലാം ഒരു സോഫ്റ്റ്വെയർ വെച്ച് പ്രോസസ്സ് ചെയ്യുക. പ്രോസസ്സ് ചെയ്തിട്ട് കിട്ടുന്നതാണ് എന്ത്? നമുക്ക് അൺനോൺ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്. ഇതാണെന്ത്? GPS സർവേയിങ്ങിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. The observation or occupation time varies from about 20 minutes to few hours depending upon the distance between the base and the remote receivers, that is the baseline length,
ദ നമ്പർ ഓഫ് വിസിബിൾ സാറ്റലൈറ്റ് ആൻഡ് ദി സാറ്റലൈറ്റ് ജിയോമെട്രി. ഇനി ഒബ്സർവേഷൻ, നമ്മൾ ഒബ്സർവേഷൻ എടുക്കുന്നത് സ്റ്റാറ്റിക് GPS സർവേയിൽ ഒരു 20 to few ഹവേഴ്സാണ്. അപ്പോൾ ഈ വേരിയേഷൻ വരുന്നത് 20 to few ഹവേഴ്സ്. ഈ വേരിയേഷൻ വരുന്നത് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ 3 factors, ദാറ്റ് ഈസ് ബേസ് ലൈൻ ലെങ്ത്, നമ്പർ ഓഫ് വിസിബിൾ സാറ്റലൈറ്റ് ആൻഡ് സാറ്റലൈറ്റ് ജിയോമെട്രി. അതുപോലെ തന്നെ ഇതിൻ്റെ റെക്കോർഡിംഗ് ഇൻ്റർവെല് വരുന്നത് 15 or 20 seconds ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡാറ്റയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ബേസ് റിസീവറിലെടുത്തു, അതുപോലെ തന്നെ റിമോട്ട് റിസീവറിൽ നമ്മൾ ഡാറ്റ എടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡാറ്റ നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് ഫീഡ് ചെയ്യാം. അപ്പോൾ ഇതിന് പ്രോസസ്സ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ ഡാറ്റനെ പ്രോസസ്സ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും, പ്രോസസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അൺനോൺ പോയിൻറ്റ്സിൻ്റെ എന്ത് തരും, കോർഡിനേറ്റ്സ് തരും. ഇതാണ് നമ്മൾ റിലേറ്റീവ് പൊസിഷനിങ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ബേസ് റിസീവറും അതുപോലെ തന്നെ റിമോട്ട് റിസീവറും. അപ്പോൾ ബേസ് റിസീവറിലും റിമോട്ട് റിസീവറിലും മിനിമം എന്ത് വേണം, 4 സാറ്റലൈറ്റിൻ്റെ കോമൺ വിസിബിലിറ്റി വേണം. ഇനി സ്റ്റാറ്റിക് GPS സർവേയിങ് വിത്ത് കാരിയർ ഫേസ് മെഷർമെൻറ്റ് ഈസ് ദ മോസ്റ്റ് അക്യുറേറ്റ് പൊസിഷനിങ് ടെക്നിക്. അപ്പോൾ കാരിയർ ഫേസ് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റാറ്റിക് GPS സർവേയിങ് ആണ് സർവേയിങ്ങിലെ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള ടെക്നിക്ക്. ദിസ് ഈസ് മെയിൻലി ഡ്യൂ ടു ദി സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഇൻ സാറ്റലൈറ്റ് ജിയോമെട്രി ഓവർ ദി ലോങ് ഒബ്സർവേഷൻ ടൈം സ്പാൻ. അതായത് സാറ്റലൈറ്റ് ജിയോമെട്രിയിലുള്ള സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് കൊണ്ടാണെന്ത്, ഈ ഒബ്സർവേഷൻ ടൈം കൂടിയത് കൊണ്ടുള്ള സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഇൻ സാറ്റലൈറ്റ് ജിയോമെട്രിയാണ് എന്ത്, നമ്മളെ ഈ ഒരു അക്യുറസിക്ക് കാരണം. Both the single and dual frequency receivers can be used for static positioning. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംഗിൾ ആൻഡ് ഡ്യുവൽ ഫ്രീക്വൻസി റിസീവേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. ദ ലേറ്റർ ഈസ് ഓഫൻ യൂസ്ഡ്. സാധാരണ ഡ്യുവൽ ഫ്രീക്വൻസിയാണ് യൂസ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഫോർ ബേസ് ലൈൻ എക്സീഡിങ് 20 kilometers. 20 kilometers ബേസ് ലൈന് കൂടുതലുള്ള കേസിലൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഏതാണ്, ഇറ്റ് ഈസ് ഡ്യുവൽ ഫ്രീക്വൻസി റിസീവേഴ്സ് ആണ്. ഇനി സെക്കൻഡ് വരുന്നത് ഇറ്റ്സ് റാപ്പിഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് സ്റ്റാറ്റിക് സർവേയിങ് എന്നാണ്. അതായത് ഇറ്റ് ഈസ് സിമിലർ ടു സ്റ്റാറ്റിക് GPS സർവേ. സ്റ്റാറ്റിക് GPS സർവേൻ്റെ സിമിലർ ആണ്. ദാറ്റ് ഈസ് ഇറ്റ് എംപ്ലോയ്സ് 2 or more receivers simultaneously tracking the same satellite. However, with rapid static surveying, only the base receiver is stationary over the non point. ഇപ്പോൾ നോൺ പോയിന്റിൽ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ആര് മാത്രമേ ഉള്ളൂ, ബേസ് റിസീവർ മാത്രമേ ഉള്ളൂ. ഡ്യൂറിങ് ദി എൻ്റയർ ഒബ്സർവേഷൻ സെഷനിൽ ബേസ് റിസീവർ മാത്രമേ എന്തുള്ളൂ, സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നുള്ളൂ. ദ റോവർ അല്ലെങ്കിൽ റിമോട്ട് റിസീവർ റിമെയിൻസ് സ്റ്റേഷനറി ഓവർ ദി അൺനോൺ പോയിന്റ് ഫോർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം ഓൺലി. റോവർ ഒരു ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സ്റ്റേഷനറി ആയിട്ട് ആ അൺനോൺ പോയിന്റ് നിൽക്കുന്നുള്ളൂ. ദെൻ ഇറ്റ് മൂവ്സ് ടു അനദർ പോയിന്റ് ഹൂസ് കോർഡിനേറ്റ്സ് ആർ സോൾവ്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനി സിമിലർ ടു സ്റ്റാറ്റിക് GPS സർവേയിങ്, ബേസ് റിസീവർ ക്യാൻ സപ്പോർട്ട് എനി നമ്പർ ഓഫ് റോവേഴ്സ്. This method is suitable when the survey involves a number of unknown points located in the vicinity of a known point. ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മളെ വിസിനിറ്റിയിൽ എന്തുണ്ട്, കുറേ നമ്പർ ഓഫ് അൺനോൺ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ കുറേ നമ്പർ ഓഫ് അൺനോൺ പോയിൻറ്റ്സ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. ദ സർവേ സ്റ്റാർട്ട്സ് ബൈ സെറ്റിംഗ് അപ്പ് ദി ബേസ് റിസീവർ ഓവർ ദി നോൺ പോയിൻറ്റ് while setting up the rover receiver over the ഫസ്റ്റ് അൺനോൺ പോയിൻറ്റ്. അപ്പോൾ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസ് റിസീവറിൽ നമ്മൾ എന്ത് ചെയ്യും, നോൺ പോയിൻറ്റിൽ ബേസ് റിസീവർ വെക്കും. പിന്നെ അൺനോൺ പോയിൻറ്റിൽ ഫസ്റ്റ് അൺനോൺ പോയിൻറ്റിൽ എന്ത് ചെയ്യും, റോവർ റിസീവർ വെക്കും. ഇനി ബേസ് റിസീവർ റിമീൻ സ്റ്റേഷനറി ആൻഡ് കളക്ട് ഡാറ്റ കണ്ടിന്യൂസ്ലി. ബേസ് റിസീവർ എന്ത് ചെയ്യും, ബേസ് റിസീവർ സ്റ്റേഷനറി ആയിട്ട് ആ നോൺ പോയിൻറ്റിൽ തന്നെ നിന്നിട്ട് ഫുൾ ടൈമിൽ എന്ത് ചെയ്യും, നമ്മൾ സർവേ ചെയ്യുന്ന മുഴുവൻ സമയം അത് ഡാറ്റ കണ്ടിന്യൂസ് ആയിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. റോവർ റിസീവർ എന്ത് ചെയ്യും,
ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ആ ഒരു സ്ഥലത്ത് നിൽക്കുന്നുള്ളൂ, അൺനോൺ പോയിൻ്റ് ആ കോർഡിനേറ്റിൽ. അപ്പോൾ അത് ഒബ്സർവേഷൻ ടൈം എന്ന് പറഞ്ഞാൽ 20 to 10 സെക്കൻഡ്. ഒരു പോയിൻ്റ് വരുന്നത് 20 അല്ല 2 to 10 മിനിറ്റ്സ് ആണ് വരുന്നത്, ഡിപ്പെൻഡ് അപ്പോൺ ദി ഡിസ്റ്റൻസ് ടു ദി ബേസ് ആസ് വെൽ ആസ് സാറ്റലൈറ്റ് ജോമെട്രി. അപ്പോൾ 2 to 10 മിനിറ്റ്സേ നമ്മൾ ഒരു പോയിന്റിൽ എന്ത് വരുന്നുള്ളൂ, റിമോട്ട് റിസീവറാണെങ്കിൽ റോവർ റിസീവർ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നുള്ളൂ. അപ്പോൾ അത്ര ടൈം അതിൽ റെക്കോർഡിങ് നടക്കുന്നുള്ളൂ, ഡാറ്റ കളക്ട് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ once the rover receiver has collected data, it moves to the following point with the unknown coordinates and repeat the procedure. അപ്പോൾ 2 to 10 മിനിറ്റ്സ് നിർത്തി ഡാറ്റ എടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നെക്സ്റ്റ് പോയിന്റിലോട്ട് പോകും. എന്നിട്ട് നമ്മൾ ഈ സെയിം പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്യും. ഇറ്റ് ഷുഡ് ബി പോയിൻറ്റഡ് ഔട്ട് ദാറ്റ് വൈൽ മൂവിങ് ദ റോവർ റിസീവർ മേ ബി ടേൺഡ് ഓഫ്. മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ടേൺ ഓഫ് ദി റോവർ റിസീവർ. Due to the relative short occupation of time for the rover receiver, the recording interval is reduced to 5 seconds. അപ്പോൾ ഷോർട്ട് ഒക്യുപ്പേഷൻ ആണ് നമ്മൾ അൺനോൺ പോയിൻറ്റ്സിൽ, ആ പോയിൻറ്റ്സിലൊക്കെ എന്താണ് ഷോർട്ട് ഒക്യുപ്പേഷൻ ഓഫ് റിസീവർ ആയതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ റെക്കോർഡിംഗ് ഇൻ്റർവെൽ കുറച്ചാണ് വരുന്നത്. റെക്കോർഡിംഗ് ഇൻ്റർവെൽ ഫോർ സ്റ്റാറ്റിക് GPS സർവേ എത്രയായിരുന്നു, 15 or 20 സെക്കൻഡ്സ് ആയിരുന്നു. പക്ഷേ ഈ കേസിൽ നമ്മൾ 5 സെക്കൻഡ്സ് എടുക്കാറുള്ളൂ. After collecting and downloading the field data from the both receiver, the PC software is used to data processing. നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, PC സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അൺനോൺ പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടെത്തുന്നത്. ഡിപ്പെൻഡിങ് ഓൺ വെദർ ദി ഇനഫ് കോമൺ ഡാറ്റ വാസ് കളക്റ്റഡ്, ദ സോഫ്റ്റ്വെയർ മേ output a fixed solution. Otherwise, a flawed solution is obtained. A fixed solution means that the positioning accuracy at the centimeter level, while the flawed solution means that the positioning accuracy is at the decimeter or submeter level. നമ്മൾ കൂടുതൽ ഡാറ്റ കളക്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള പൊസിഷനിങ് കോർഡിനേറ്റ്സ് കിട്ടും. അപ്പോൾ അതാണ് ഫിക്സ്ഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇൻ അക്യുറസി ഇൻ സെൻറ്റിമീറ്റേഴ്സ് ലെവലിൽ കിട്ടുന്ന അക്യുറസിക്കാണ് എന്താ പറയുന്നത്, ഫിക്സ്ഡ് സൊല്യൂഷൻ. ഇനി കുറച്ച് ഡാറ്റ ഉള്ളെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫ്ലോട്ട് സൊല്യൂഷൻ ആയിരിക്കും. അതായത് സബ്മീറ്റർ ലെവൽ അല്ലെങ്കിൽ ഡെസിമീറ്റർ ലെവലിലൊക്കെ വരുന്ന പൊസിഷനിങ് അക്യൂറസിയാണെന്ത്, കോർഡിനേറ്റിൻ്റെ അക്യൂറസിയാണെന്ത്, ഫ്ലോട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത്. Although both the single and dual frequency receivers can be used for fast static surveying, the probability of getting fixed solution is higher with the later. അപ്പോൾ നമ്മൾ സിംഗിൾ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഡ്യുവൽ ഫ്രീക്വൻസി ഉപയോഗിക്കാറുണ്ട് രണ്ടിലും. പക്ഷേ നമുക്ക് കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ കിട്ടുന്നത് എവിടെയാണ്, വിത്ത് ദി ഡ്യുവൽ ഫ്രീക്വൻസിയാണ്. ഇനി സെമി കൈമാറ്റിക് മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ആൻഡ് ഗോ GPS സർവേയിങ് എന്ന് പറയും. സ്റ്റോപ്പ് ആൻഡ് ഗോ GPS സർവേയിങ് ഈസ് അനദർ carrier phase based relative positioning technique. It also employs 2 or more GPS receivers simultaneously tracking the same satellite. A base receiver that remains stationary over the known point and 1 or more rover receivers. The rover receiver travels between the unknown points and make brief stop at each point to collect the GPS data. The data is usually collected at 1 to 2 seconds, recording rate of 30 seconds per each stop. This method is suitable when the survey involves large number of unknown points located in the vicinity, that is within up to 10 to 15 kilometers of a known point. അപ്പോൾ സ്റ്റോപ്പ് ആൻഡ് ഗോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെമി കൈനമാറ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ അൺനോൺ പോയിൻറ്റ്സിൽ നിൽക്കുന്ന സമയത്തിൻ്റെ ദൈർഘ്യം എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അപ്പോൾ അൺനോൺ പോയിൻറ്റ്സിൽ നിൽക്കുന്ന സമയത്തിൻ്റെ ദൈർഘ്യം ഇവിടെ വരുന്നത് ഒരു 30 സെക്കൻഡ്സേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഡാറ്റ റെക്കോർഡിംഗ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ 1 to 2 സെക്കൻഡ്സ് ആണ്. The survey starts by determining the initial integer ambiguity parameters, a process known as receiver initialization. Once initialization is performed successfully, centimeter level positioning accuracy can be obtained instantaneously.
This is true as long as there is a minimum of 4 common satellites simultaneously tracked by both the base and rover receiver at all times. If this condition is not fulfilled at any moment during the survey, the initialization process must be repeated to ensure the centimeter level accuracy. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇനീഷ്യലൈസേഷൻ എന്ന് പറയും. നമ്മൾ റിസീവറിനെ എന്ത് ചെയ്യണം? ഇനീഷ്യലൈസ് ചെയ്യണം. ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനീഷ്യൽ ആംബിഗ്യൂറ്റി ഉണ്ട്, ഇനീഷ്യലായിട്ടുള്ള കുറച്ച് ആംബിഗ്യൂറ്റീസ് ഉണ്ട്, അതിന് റിസോൾവ് ചെയ്യുന്നതാണ് എന്ത്? റേഞ്ചിൽ ആംബിഗ്യൂറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനീഷ്യൽ ആംബിഗ്യൂറ്റി നമ്മൾ റേഞ്ചിങ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കാരിയർ ഫേസ് സിഗ്നൽസിൽ കുറച്ച് ഭാഗങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫസ്റ്റ് ഇനീഷ്യലായിട്ടുള്ള കുറച്ച് ഡിസ്റ്റൻസ് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ ആ കണ്ടെത്താൻ കഴിയാത്ത റേഞ്ചിൻ്റെ ഡിസ്റ്റൻസിനെ എന്ന് പറയുന്നത് ആംബിഗ്യൂറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇനീഷ്യൽ ആംബിഗ്യൂറ്റി നമ്മൾ റിസോൾവ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനീഷ്യലൈസേഷൻ കറക്റ്റായിട്ട് നടന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അക്യുറേറ്റ് ആയിട്ടുള്ള പൊസിഷനിങ് ഡാറ്റ നമുക്ക് കിട്ടുകയുള്ളൂ. Following the initialization, the rover moves to the first known point. After collecting about 30 seconds of data, the rover moves without being switched off to second point and the procedures are repeated. It is utmost importance that at least 4 satellites are tracked even during the move. Otherwise, the initialization process must be repeated again. Once the data is collected and downloaded to PC, software is used to process it. Both single and dual frequency receiver may use in stop and go surveying. അപ്പോൾ നമ്മൾ ഇനീഷ്യലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആദ്യത്തെ അൺനോൺ പോയിന്റിലോട്ട് എന്ത് ചെയ്യും? റോവർ റിസീവർ വെക്കുക. എന്നിട്ട് 30 സെക്കൻഡ്സ് എന്ത് ചെയ്യും? അവിടെ ഷോർട്ട് ഡ്യൂറേഷൻ 30 സെക്കൻഡ്സ് മാത്രമേ അവിടെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നേ ഉള്ളൂ. എന്നിട്ട് അവിടെ ഡാറ്റ എടുത്ത് കഴിഞ്ഞിട്ട് 1 to 2 സെക്കൻഡ്സ് റെക്കോർഡിംഗ് ഇൻ്റർവെല്ലിൽ ഡാറ്റ എടുത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാതെ തന്നെ, പക്ഷെ നമ്മൾ ഫാസ്റ്റ് റാപ്പിഡ് സ്റ്റാറ്റിക്കിൽ വരുന്നത് സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് പോയിന്റിലോട്ട് പോകുന്നത്. പക്ഷേ ഇത് സ്വിച്ച് ഓഫ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യുന്നതുണ്ട്? നെക്സ്റ്റ് സ്റ്റോപ്പിലോട്ട്, നെക്സ്റ്റ് അൺനോൺ പോയിന്റിലോട്ട് പോകും. എന്നിട്ട് അവിടെ എന്ത് ചെയ്യും? ഒരു 30 സെക്കൻഡ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് ഡാറ്റ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പിലോട്ട്, നെക്സ്റ്റ് അൺനോൺ പോയിന്റിലോട്ട് പോകും. ആ നെക്സ്റ്റ് അൺനോൺ പോയിന്റിലോട്ട് പോയിട്ട് എന്ത് ചെയ്യും? സ്വിച്ച് ഓഫ് ചെയ്യാതെയാണ് പോകുന്നത്, അത് ശ്രദ്ധിക്കണം. സ്വിച്ച് ഓഫ് ചെയ്യാതെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നമ്മൾ ഡാറ്റ എടുക്കും 30 സെക്കൻഡ്. അങ്ങനെ കുറച്ച് ഡ്യൂറേഷൻ ഓഫ് ടൈം സ്റ്റോപ്പ് ചെയ്ത് പിന്നെ പോകുന്ന പ്രോസസ്സ് ആയതുകൊണ്ടാണ് എന്ത് പറയുന്നത്? സ്റ്റോപ്പ് ആൻഡ് ഗോ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ്? നമ്മൾ ഈ ഡാറ്റയ്ക്ക് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡാറ്റ എല്ലാം ബേസ് റിസീവർ എന്നുള്ളതും റോവർ റിസീവർ എന്നുള്ള ഡാറ്റ നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് ഫീഡ് ചെയ്യാം. എന്നിട്ട് അത് സോഫ്റ്റ്വെയർ വെച്ച് പ്രോസസ്സ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? അതിൻ്റെ അൺനോൺ പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്ര കാര്യങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ്.